സോ ഞാൻ റെക്കോർഡ് കൊടുക്കാൻ റെക്കോർഡ് കാണുന്ന ആൾക്കാരെ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ഈ സ്ലൈഡ് മാത്രമേ വായിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു, ഇപ്പോഴാണ് അത് ഓൺ ആക്കിയത്. ഓക്കെ, പറയൂ. കുട്ടികള് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത് ഒരു സബ് കോൺഷ്യസ് പ്രോസസ്സ് കൂടെയാണ്. അവര് ആ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും ബോധേഡ് അല്ല. ഇതൊന്നും നോക്കാതെയാണ് അവര് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. പിന്നെ അവരെങ്ങനെയാണോ ഫസ്റ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്തത് അതുപോലെ തന്നെയാണ് അവര് സെക്കൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. ഫീൽ അല്ലേ, എന്താണ് ശരി തെറ്റ് എന്നുള്ള അവർ ഫീൽ ചെയ്യാണ് അല്ലെ. വിച്ച് ഇസ് റൈറ്റ്, വിച്ച് ഇസ് ഇൻകറക്റ്റ്, അവര് ഫീൽ അല്ലേ അല്ലേ. ഓക്കെ, പിന്നെയോ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്? അവർക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് ആവശ്യം, നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. യെസ്, ഓക്കെ, താങ്ക് യു. ലാംഗ്വേജ് ലേണിംഗ് ഓൺ ദ അതർ ഹാൻഡ്, അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞത് അക്വിസിഷനെ കുറിച്ചാണ്. ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല. ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്, അക്വയർ. ബട്ട് ലാംഗ്വേജ് ലേണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺ ദി അതർ ഹാൻഡ് ഇസ് എ റിസൾട്ട് ഓഫ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ റൂൾസ് ഓഫ് ലാംഗ്വേജ്. ഇവിടെ നമ്മൾ റൂൾസിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇത് ലാംഗ്വേജ് ലേണിങ്ങിൽ. ആൻഡ് ഇറ്റ് ഈസ് സെർട്ടൈൻലി ഈസ് നോട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി ഫോർ യുവർ യങ് ലേണേഴ്സ്. ഇത് എന്താ പറയുക, ഒരു പ്രായത്തിൽ അധിഷ്ഠിതമായിട്ടൊന്നുള്ള പ്രവർത്തനമല്ല. പക്ഷെ മറിച്ച് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ റൂൾ ഓഫ് ലാംഗ്വേജിൻ്റെ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻ ലാംഗ്വേജ് ലേണിംഗിൽ സ്റ്റുഡൻസ് ഹാവ് കോൺഷ്യസ് നോളേജ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, സബ് കോൺഷ്യസ് ആയിട്ടാണ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ കോൺഷ്യസ് ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്, സബ് കോൺഷ്യസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ പറയുന്നു ഇത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ന്യൂ ലാംഗ്വേജ് ക്യാൻ ടോക്ക് അബൌട്ട് ദ നോളേജ്, ദേ ക്യാൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓൺ ദ ഗ്രാമർ പേജ്. Research has shown, however, that knowing grammar rules does not necessarily result in good speaking or writing. ഒപ്പം തന്നെ പറയുന്നുണ്ട്, റിസർച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം, നല്ലൊരു ഭാഷ സംസാരിക്കണമെങ്കിൽ എഴുതാമെങ്കിലും ഗ്രാമർ ഒരു നെസസറി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ പഠിച്ചത് നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിരുദ്ധമായ ചില കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞത് ലാംഗ്വേജ് അക്വിസിഷനാണ്, അത് ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ലാംഗ്വേജ് ലേണിങ്സിൽ റൂൾസ്, ലാംഗ്വേജിൻ്റെ റൂൾസിനാണ്, ഇൻസ്ട്രക്ഷൻസ് ഓഫ് റൂൾസ് ആണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ റൂൾസ് ഓഫ് ലാംഗ്വേജ് ആണ് ഇവിടെ പ്രധാനം എന്ന് പറയുന്നത്. ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും നമ്മൾ എടുത്തെടുത്ത് പറയും, അതുകൊണ്ട് ആരും ബേജാറാവണ്ട. A student who has memorized the rules of the language may be able to succeed in standardized test in English language, which may not be able to speak right correctly. അതായത് ഗ്രാമർ റൂളുകൾ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കുന്നതിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിനകത്തും സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ദേ മേ നോട്ട് ബി ഏബിൾ ടു സ്പീക്ക്. കൃത്യമായി സംസാരിക്കാനോ എഴുതാനോ ഒരു പക്ഷേ അവർക്കറിയണമെന്നില്ല. There is an important distinction made by linguistics between language acquisition and language learning. ഈ ലാംഗ്വേജ് ലേണിങ്ങും ലാംഗ്വേജ് അക്വിസിഷനും പറയുന്ന ഈ രണ്ട് പ്രോസസ്സിനിടയിൽ ഒരു കൃത്യമായ ഒരു വേർതിരിവ്, ഒരു അടയാളം ഈ റിസർച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ലിംഗ്വിസ്റ്റിക്സ് ഭാഷാശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടും എന്താണെന്ന് അവർ കൃത്യമായി വേർതിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ജനറൽ ഐഡിയ മാത്രമേ നിങ്ങളുടെ മൈൻഡിലേക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ വായിച്ച അത്രയും കാര്യങ്ങൾ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാനുള്ള സാധ്യതയില്ല. മറിച്ച് ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത് ബേസ് ചെയ്തിട്ട് വന്നേക്കാം. സ്റ്റേറ്റ്മെൻറ്റുകൾ ഏറെക്കുറെ ഞാൻ പറഞ്ഞ അതേ വാക്ക് ഉപയോഗിച്ചിട്ട് ചോദിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പെഡഗോജി എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റാണ്. അതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടുന്നയാൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ടോപ്പിക് ഒരു കോമൺ ടോപ്പിക്കാണ്, പക്ഷേ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്കും എഴുതിയിരിക്കുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജിലും ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡിലും ആയതുകൊണ്ട് തന്നെ ആ ചോദ്യം ഇടുന്ന ആൾ ഏത് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു ജനറലൈസ്ഡ് ഫോമാണ് ഈ നോട്ട്സിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ മീനിങ്ങിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. ഡിഫറൻസ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. ഈ അക്വിസിഷനും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അക്വിസിഷൻ്റെ ഒരു ഉദാഹരണമാണ് വാക്കിംഗ്. അപ്പോൾ ഇവിടെ നോക്കിയേ, അക്വിസിഷൻ ഉദാഹരണമാണ് വാക്കിംഗ്, ലേണിങ്ങിന് ഉദാഹരണമാണ് റീഡിങ്. രണ്ട് തമ്മിൽ എന്താ വ്യത്യാസം സുജി? ഈ ലേണിങ്ങും വാക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വ്യത്യാസം? ഒരു പ്രാവശ്യം കൂടി ചോദിക്കൂ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാക്കിങ്ങും റീഡിങ്ങും തമ്മിൽ എന്താ? വാക്കിങ് നടക്കാൻ പഠിക്കലും വായന പഠിക്കലും വ്യത്യാസം എന്താ? വാക്കിംഗ് നാച്ചുറൽ ആയിട്ട് പഠിക്കുന്നതാണ്, സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നാച്ചുറൽ ആയിട്ട്. റീഡിംഗ് എന്ന് പറയുമ്പോൾ കോൺഷ്യസ് മൈൻഡിലൂടെ ചെയ്യുന്നതാണ് നമ്മൾ. കോൺഷ്യസ് ആയിട്ട് അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോ വൺ ടീച്ചസ് ദ ചൈൽഡ് ടു വാക്ക് ബട്ട് ഹി ഈസ് ഏബിൾ ടു വാക്ക്. That means it's a natural skill ആണ് അല്ലേ? Whereas if a child is not taught to read, he is not able to read. That means that is a conscious process. അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചിലപ്പോൾ വരികയാണെങ്കിൽ എഴുതണം. ഏത്? വാക്കിങ്ങും റീഡിങ്ങും ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. വാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് എന്തിന്? അക്വിസിഷന്. അതേപോലെ ലേണിങ്ങിനൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് റീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജനറലായിട്ട് നമുക്ക് ലേണിങ്ങും അക്വിസിഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് ലേണിംഗ് ഇൻവോൾവ്സ് അക്വയറിങ് എ ലാംഗ്വേജ് ത്രൂ ഫോർമൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കോൺഷ്യസ് കോംപ്രഹെൻഷൻസ്. ഒന്നുമില്ല, കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു വാക്ക് ഓർത്തിരിക്കുക. അതേസമയം നോൺ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഒന്ന് കോൺഷ്യസ് ആണ്, ഒന്ന് നോൺ കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആണ്. ഇനി ലേണിങ്ങിൽ ലാംഗ്വേജ് ഇൻവോൾവ്സ് മോർ എക്സ്പ്ലനേഷൻ ഓഫ് ഗ്രാമർ റൂൾസ്. അപ്പോൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഗ്രാമർ റൂൾസ്, ലെസ് നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ ഇവിടെയോ ലെസ് ഗ്രാമർ റൂൾസ് ബട്ട് മീനിങ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇസ് എസെൻഷ്യൽ. ഓക്കെ, നാച്ചുറൽ ആൻഡ് മീനിങ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇസ് എസെൻഷ്യൽ. അപ്പോൾ ആദ്യം പറഞ്ഞത് ഒന്ന് ലേണിംഗ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആണ്, അക്വിസിഷൻ ഇസ് നോൺ കോൺഷ്യസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുന്നത് ഒന്ന് ഗ്രാമർ റൂൾസുകൾ കൂടുതലായിട്ട് ലേണിങ്ങിൽ പഠിക്കും, നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. പക്ഷെ അക്വയർ ചെയ്യാൻ വേണ്ടി അക്വിസിഷൻ നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ മീനിങ് ആയിട്ടുള്ള നാച്ചുറൽ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്, അവിടെ റൂൾസുകൾ വേണ്ട. ഓക്കെ, പിന്നെ ഒന്ന് ഡെലിബറേറ്റ്ലി ഡൺ കോൺഷ്യസ് പ്രോസസ്സ്, അതാണ് നേരത്തെ പറഞ്ഞത്, മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്. മറ്റത് സബ് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ്. തന്നെയാണ് ആദ്യം പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ ആതിരേനോട് ചോദിക്കുക, ലേണിങ്ങും അക്വിസിഷനും തമ്മിലുള്ള രണ്ട് പോയിന്റുകൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും? രണ്ട് തമ്മിലുള്ള കമ്പാരിസൺ. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് പ്രോസസ് ആണ്, അക്വയറിംഗ് എന്ന് പറയുന്നത് ഒരു സബ് കോൺഷ്യസ് പ്രോസസ് ആണ്. ലേണിംഗില് ഗ്രാമാറ്റിക് റൂൾ ഒക്കെ നമ്മൾ നോക്കും, അതേസമയം അക്വിസിഷനിൽ ആ ഗ്രാമാറ്റിക് റൂളിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇനി ഞാൻ ഈ പറയുന്നൊരു അഡീഷണൽ നോട്ടാണ്, ഒരു അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ സൈക്കോളജിക്കൽ പ്രോസസ് ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ ബ്രാഞ്ച് ഓഫ് സൈക്കോ ലിംഗ്വിസ്റ്റിക്. ഇത് സൈക്കോ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് വരും. ലാംഗ്വേജ് അക്വിസിഷൻ സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു പഠനശാഖയാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. ഇതൊരു സൈക്കോളജിക്കൽ പ്രോസസ് ആയതുകൊണ്ടാണ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് അക്വിസിഷൻ വരുന്നത്. നോട്ട് ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് അക്വിസിഷൻ. ദർ ആർ ടു സ്കൂൾസ് ഇൻ സൈക്കോളജി. സൈക്കോളജിയിൽ രണ്ട് സ്കൂളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ദറ്റ് ഹോൾഡ് ഡിഫറെൻറ്റ് വ്യൂസ് ഓൺ ലാംഗ്വേജ് അക്വിസിഷൻ. എന്തുമായി ബന്ധപ്പെട്ട്? ഈ ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് സൈക്കോളജിയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്, രണ്ട് സ്കൂൾസ് ഉണ്ട്. ഒന്ന് ദ എംപൈറിസിസ്റ്റ്
school maintains the view that human child's brain when it's born like a clean slate. അതിൽ പറയുന്നത് കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ക്ലീൻ സ്ലേറ്റ് പോലെയാണ്. ഏത് എംപയറിസിസ്റ്റുകൾ പറയുന്നത്. രണ്ട് സ്കൂളുണ്ട്. ഒന്ന് എംപയറിസിസ്റ്റ് സ്കൂൾ. ഓക്കെ, ആ എംപയറിസിസ്റ്റ് സ്കൂൾ പറയുന്നത് കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, അല്ലെ കുട്ടി ജനിക്കുന്നത് ഒരു ബ്രെയിൻ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണ്. which means that the child is born without any special capacity for language. അതിൻ്റെ അർത്ഥം ഈ എംപയറിസിസ്റ്റ് സ്കൂൾ പറയുന്നത് പ്രകാരം കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കപ്പാസിറ്റി ഇല്ല ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദ റാഷണലിസ്റ്റ് സ്കൂൾ, പക്ഷേ റാഷണലിസ്റ്റ് സ്കൂൾ പറയുന്നത് ഹോൾസ് എ വ്യൂ ദാറ്റ് ദ ഹ്യൂമൻ ചൈൽഡ് ഇസ് ബോൺ വിത്ത് ഇന്നേറ്റ് എബിലിറ്റി ഫോർ ലാംഗ്വേജ്. ഭാഷ പഠിക്കാനുള്ള ഒരു ഇന്നേറ്റ് എബിലിറ്റിയുമായിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത് എന്ന് പറയുന്ന സ്കൂളിൻ്റെ പേരാണ് റാഷണലിസ്റ്റ് സ്കൂൾ. ഇത് ചില ടീച്ചിങ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ പ്രത്യേകമായിട്ടൊന്ന് എടുത്തു പറയുന്നത്. നമുക്കറിയില്ല ചോദ്യം ഇടുന്നതാണ് ഇനിയിപ്പോൾ എവിടെ നിന്നാണ് ഇടുക എന്നുള്ളത്. അപ്പോൾ റാഷണലിസ്റ്റ് സ്കൂൾ പറയുന്നത് കുട്ടിക്ക് എന്തുണ്ട്, ഒരു ഇന്നേറ്റ് എബിലിറ്റി ഉണ്ട് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു. ഓക്കെ, കമ്പൈൻഡ് വിത്ത് എക്സ്പോഷർ ടു ദി നേറ്റീവ് ലാംഗ്വേജ്, അവർ ജനിക്കുന്ന അവരുടെ മദർ ടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഇന്നേറ്റ് എബിലിറ്റി ഹെൽപ്സ് ചിൽഡ്രൻ പിക്കപ്പ് ദെയർ നേറ്റീവ് ലാംഗ്വേജ് ഈസിലി. അതുകൊണ്ടാണ് ആ ഒരു സ്കില്ലുള്ളതുകൊണ്ടാണ് അവർക്ക് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് പറയുന്നു. അപ്പോൾ ലാംഗ്വേജ് acquisition is a psychological process. It's a branch of psycholinguistics. ഈ സൈക്കോലിംഗ്വിസ്റ്റിക്സിൽ പറയുന്നത് ഈ ലാംഗ്വേജ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട്, രണ്ട് സ്കൂൾസ് ഉണ്ട്. ഏതൊക്കെയാ സുജിയ രണ്ട് സ്കൂൾസ്? എംപയറിസിസ്റ്റ് ആൻഡ് റാഷണലിസ്റ്റ്. എന്താ എംപയറിസിസ്റ്റ് എന്താ പറയുന്നത്? മൈൻഡ് ഈസ് ജസ്റ്റ് ലൈക്ക് ക്ലീൻ സ്ലേറ്റ്. അങ്ങനെയല്ലേ സാർ ബിഹേവിയറിസ്റ്റുകൾ പറഞ്ഞത്? അല്ല, ജനിക്കുന്നത് അവര് ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാണ്. അവർ ജനിച്ചു കഴിഞ്ഞിട്ടാണൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് പറയുന്നത്. അതല്ല സാറേ നമ്മുടെ ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത് കുട്ടി ഒഴിഞ്ഞ പാത്രമാണ്. അതന്നെ സംഗതി, അതന്നെ. വെരി ഗുഡ്. എന്നാ നേരെ തിരിച്ച് റാഷണലിസ്റ്റ് പറയുന്നത് ഇന്നേറ്റ് എബിലിറ്റി ടു ലേൺ ലാംഗ്വേജ്. കുട്ടികൾക്ക് സ്വയം ലാംഗ്വേജ് പഠിക്കാനുള്ള ഇത് പറയുമ്പോ മറ്റേത് പിയാഷെ പറഞ്ഞത് റാഷണലിസ്റ്റ് അല്ലേ? ചോംസ്കി. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പൊ ഈ രണ്ട് സ്കൂളിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എംപയറിസിസ്റ്റ് ആൻഡ് റാഷണലിസ്റ്റ്. ഓക്കെ, ചിലപ്പോ പറയാൻ പറ്റില്ല എവിടുന്ന വരിക, നിങ്ങൾക്ക് അറിയാലോ. ഇത് ആദ്യം നോട്ടിൽ പോയിന്റ് ഇല്ലെന്ന് തോന്നുന്നു സാറേ. പുതുതാ സാറിന്റെ ഫസ്റ്റ് തന്ന നോട്ടിൽ പോയിന്റ്സ് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം പിന്നീട് ഞാൻ കുറെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വന്നപ്പോഴേക്ക് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷിന്റെ പെഡഗോജി ഫസ്റ്റ് ടൈം ആണല്ലോ, ആദ്യത്തെ സിലബസ് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നൊക്കെ അത് വരാമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പരീക്ഷകൾ നടന്നപ്പോൾ നമുക്കൊരു ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ചില പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ ഒരു മാറ്റങ്ങൾ നോട്ടിലുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു തിയറിയാണ് ക്രഷൻ തിയറി. ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ക്രഷൻസ് തിയറി. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ അടുത്ത് നടന്ന ചില പരീക്ഷകളിൽ കൂടി ചോദിച്ചിട്ടുണ്ട്. ക്രഷൻസ് തിയറി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അപ്പോൾ ക്രഷൻ്റെ തിയറി ഈസ് റിലേറ്റഡ് വിത്ത് SLA, ദാറ്റ് മീൻസ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ തിയറിയാണ്. അപ്പോൾ ക്രഷൻസിൻ്റെ തിയറി സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പോൾ അതിനകത്ത് 5 ഹൈപ്പോത്തീസിസ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ക്രഷൻസ് ഹൈപ്പോത്തീസിസ് എന്നാണ് പറയുക. അപ്പോൾ ക്രഷൻസ് തിയറി എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അക്വിസിഷൻ എന്ന് പറയുന്നത് 5 ഹൈപ്പോത്തീസിസ് ആണ്. ആ 5 ഹൈപ്പോത്തീസിസിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, ദ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തീസിസ്. ഒരു കോഡ് ഉണ്ട് അതിന്, അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആമീന. അക്വിസിഷൻ ലേണിംഗ്
മോണിറ്റർ ഹൈപ്പോത്തിസിസ്, മോണിറ്റർ ഹൈപ്പോത്തിസിസ്, ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്, input hypothesis. N for natural order and A for affective filter. Okay. ഏതൊക്കെയാണ് ആതിര ക്വസ്റ്റൻസ് തിയറിയുടെ 5 ഹൈപ്പോത്തസിസിന്റെ പേര് പറ. ആദ്യത്തേത് അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്, രണ്ടാമത്തത് മോണിറ്റർ ഹൈപ്പോത്തസിസ്, മൂന്നാമത്തത് ഇൻപുട്ട് ഹൈപ്പോത്തസിസ്, നാലാമത്തത് എഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്, അഞ്ചാമത്തത് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. അതിന്റെ കോഡ് എന്താ? ആമിന. ആമിന. എ ഫോർ അക്വിസിഷൻ ലേണിംഗ്, എം ഫോർ മോണിറ്റർ ഹൈപ്പോത്തസിസ്, ഐ ഫോർ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്, എൻ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്, എ അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. അഫക്റ്റീവ് ഫിൽട്ടർ കേട്ടോ, ഇത് ഓർഡർ ഒന്ന് തെറ്റിച്ചൊന്നുമല്ല, കോഡ് ഉണ്ടാക്കുമ്പോൾ ഓർഡർ തെറ്റിച്ചാണ് കേട്ടോ. അഫക്റ്റീവ് ഫിൽട്ടർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ നാച്ചുറൽ ഓർഡറിൽ പറയാറുള്ളത് കേട്ടോ. ഓക്കെ, കോഡ് ഓർത്തിരിക്കാൻ വേണ്ടി ആമിനാന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നിനെയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ഓക്കെ, ഒരുപാട് ഇത് വലിയ നോട്ട് കണ്ടിട്ട് നിങ്ങൾ ബേജാറൊന്നും വേണ്ട, വെറുതെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവാം. ഈ അക്വിസിഷൻ ലേണിംഗ് ആണ് ആദ്യത്തേത്. അക്വിസിഷൻ ലേണിംഗ് ഡിസ്റ്റിങ്ഷൻ ഇസ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ഓഫ് ദ 5 ഹൈപ്പോത്തിസിസ്. അപ്പോൾ 5 ഹൈപ്പോത്തിസിസ് ഏറ്റവും ഫണ്ടമെന്റൽ ഏതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ദാറ്റ് ഈസ് അക്വിസിഷൻ. ആമിനയിലെ എ, അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, ആൻഡ് ദ മോസ്റ്റ് വൈഡ്ലി നോൺ അമംഗ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് ടീച്ചേഴ്സ്. ലാംഗ്വേജ് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് acquisition learning hypothesis, that Amin in A. According to Krishnan, there are 2 independent systems of the foreign language performs. ഇത് പ്രകാരമാണ് പറയുന്നത് ഭാഷയുടെ പഠനത്തിൽ അക്വേർഡ് സിസ്റ്റം ഉണ്ട്, ലേൺഡ് സിസ്റ്റം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അക്വിസിഷൻ ആൻഡ് ലേണിംഗ് ഇല്ലേ, അതിനെക്കുറിച്ച് പറയുന്നത് ഈ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസിലാണ്. അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ് പറയുന്നത് ലാംഗ്വേജിൽ 2 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ട്. ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി 2 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിലൊന്ന് അക്വയർഡ് സിസ്റ്റം, മറ്റൊന്ന് ലേൺഡ് സിസ്റ്റം. അപ്പോൾ എന്തൊക്കെ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത്? അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന്, ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഓഫ് 5 ഹൈപ്പോത്തസിസ്. രണ്ടാമത്തെ കാര്യം 2 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഓഫ് ഫോറിൻ ലാംഗ്വേജ് പെർഫോമൻസ്, അതായത് അക്വയർഡ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ലേൺഡ് സിസ്റ്റവും ഉണ്ട്. അക്വേർഡ് സിസ്റ്റം എന്താണെന്നുള്ളതാണ് പിന്നെ നമ്മൾ വിവരിക്കുന്നത്. അക്വേർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അക്വിസിഷൻ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് എ സബ് കോൺഷ്യസ് പ്രോസസ്. ഒരു സബ് കോൺഷ്യസ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സംഗതിയാണല്ലോ അക്വിസിഷൻ. ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്നാൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സബ് കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. The acquired system of acquisition is a product of a subconscious process very similar to the process the children undergo when they acquire the first language. അവർ ഫസ്റ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെയാണ് അക്വയർ ചെയ്തത്? അത് വളരെ നാച്ചുറൽ ആയിട്ടാണ്, സബ് കോൺഷ്യസ് മൈൻഡ്. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചാൽ ഏത് ലാംഗ്വേജ് അവർ പഠിക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെയാണ് പഠിക്കുക എന്നാണ് പറയുന്നത്. ഇറ്റ് റിക്വയർസ് മീനിങ് ഇന്ററാക്ഷൻസ് ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ്. ടാർഗറ്റ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടവർക്ക് ഇനി ഒരു മീനിങ് ഫുൾ ആയിട്ട് ഇൻട്രാക്ഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ നടക്കണം. ഇൻ വിച്ച് സ്പീക്കേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് നോട്ട് ഇൻ ദ ഫോം ഓഫ് ദിയർ അട്ടറൻസസ് ബട്ട് ഇൻ ദ കമ്മ്യൂണിക്കേറ്റീവ് ആക്ട്. അതായത് അവർ സംസാരിക്കുന്ന സമയത്തുള്ള അവരുടെ തെറ്റുകളൊന്നും നോക്കാതെ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അവരുടെ ആക്ട്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെ ഉൾക്കൊള്ളാൻ കഴിവുള്ള തരത്തിലുള്ള സ്പീക്കേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവണം. എന്നാലാണ് അവർക്കിത് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴോ അതിൻ്റെ ഗ്രാമർ ശരിയല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന തരത്തിലുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഒരിക്കലും ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു സബ് കോൺഷ്യസ് പ്രോസസ്സാണ്. അതേപോലെ ലേണിംഗ്, അതിനകത്ത് എഴുതിയിട്ടില്ല അല്ലേ, ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് പ്രോസസ്സാണ്. അതും കൂടെ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ 2 സിസ്റ്റം ഇവിടെ പറയുന്നത്. അപ്പോൾ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട ഇത്രയേ ഉള്ളൂ. ഒന്ന്, ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ ഓഫ് 5 ഹൈപ്പോത്തസിസ്.
രണ്ട് ഇൻഡിപെൻഡന്റ് സിസ്റ്റം ഓഫ് ഫോറിൻ ലാംഗ്വേജ് പെർഫോമൻസ്, രണ്ട് ഇൻഡിപെൻഡന്റ് സിസ്റ്റം ഉണ്ട്. ഒന്ന് അക്വേർഡ് സിസ്റ്റം, മറ്റൊന്ന് ലേൺ സിസ്റ്റം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അത് രണ്ടെന്താ, അക്വേർഡ് എന്താ, ലേണിംഗ് എന്താന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ അറിയാം. ഇനി ആമിനയിലെ എ കഴിഞ്ഞാൽ പിന്നെ എം ആണ്. എം മീൻസ് മോണിറ്റർ ഹൈപ്പോത്തസിസ് ആണ്. മോണിറ്റർ ഹൈപ്പോത്തസിസ് പറയുന്നത്, ദ മോണിറ്റർ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ദ റിലേഷൻസ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞ അക്വിസിഷൻ ലേണിംഗ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന ഹൈപ്പോത്തസിസ് ആണ് മോണിറ്റർ ഹൈപ്പോത്തസിസ്. അക്കോർഡിംഗ് ടു ക്രിഷൻ, ദ അക്വിസിഷൻ സിസ്റ്റം ഇസ് ദ അട്ടറൻസ് ഇനിഷ്യേറ്റർ. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് അദ്ദേഹം ഉപയോഗിച്ച വേർഡാണ്. ക്രഷൻ പറഞ്ഞത് പ്രകാരം അക്വിസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അട്ടറൻസ് ഇനിഷ്യേറ്റർ ആണ്. While the learning system performs the role of monitor or the editor. പക്ഷെ ആ സമയം ലേണിംഗ് എന്ന് പറയുന്നതോ ഒരു മോണിറ്ററിൻ്റെയോ എഡിറ്ററിൻ്റെയോ റോളാണ് കാണിക്കുന്ന സിസ്റ്റമാണ്. ശ്രദ്ധിക്കണേ, മോണിറ്റർ ഹൈപ്പോത്തസിസിൽ പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അട്ടറൻസ് ഇനിഷ്യേറ്റർ. സംസാരിക്കാൻ വേണ്ടി അങ്ങ് പ്രേരിപ്പിക്കുകയാണ്. അവർക്ക് വേറെ വാക്കും വൊക്കാബുലറിയും വേറെ ഒന്നും അറിയുന്നില്ല. അല്ല, ചെറിയ കുട്ടികളൊക്കെ ഭാഷ പഠിക്കുന്നില്ല, അവർ ആ ശബ്ദം എന്തെങ്കിലും അവർ ഉപയോഗിക്കുന്നത് അതിനോട് സാമ്യപ്പെട്ടതായിട്ട് അവർക്ക് തോന്നുന്ന അവർ യൂസ് ചെയ്യാണ്. പക്ഷെ അവർ ഉപയോഗിക്കാതിരിക്കും അല്ലേ? അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് ദേ വാണ്ട് ടു സ്പീക്ക് സംതിങ്, ദേ വാണ്ട് ടു അട്ടർ സംതിങ്, ബട്ട് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ ലാംഗ്വേജ് ഗ്രാമർ ഓർ എനിത്തിങ്. ദേ വാണ്ട് ടു എക്സ്പ്രസ്, അവർക്ക് അട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അക്വിസിഷൻ മീൻസ് ഇറ്റ്സ് എ അട്ടറൻസ് ഇനിഷ്യേറ്റർ. പക്ഷെ ലേണിംഗ് എന്ന് പറയുന്നത് മോണിറ്റർ ആൻഡ് എഡിറ്റർ ആണെന്നാണ് ഈ മോണിറ്റർ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ദ മോണിറ്റർ ആക്ട്സ് ഇൻ എ പ്ലാനിങ്, എഡിറ്റിംഗ്, കറക്റ്റിംഗ് ഫങ്ഷൻസ് വെൻ 3 സ്പെസിഫിക് കണ്ടീഷൻസ് ആർ മെറ്റ്. അതായത് നമ്മളൊരു ഭാഷ പഠിച്ചിട്ട് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മോണിറ്ററും ഒരു എഡിറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ മോണിറ്റർ ചെയ്യുന്ന പണി എന്നറിയോ? ദ സെക്കൻഡ് ലാംഗ്വേജ് ലേണർ ഹാസ് സഫിഷ്യൻറ്റ് ടൈം അറ്റ് ദർ ഡിസ്പോസൽ. സെക്കൻഡ് ലാംഗ്വേജ് ലേണർ അയാളൊരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ആവശ്യത്തിന് സമയം വേണം ഇത് പുറത്തു വരാൻ. കാരണം അതിൻ്റെ ഉള്ളിൽ ബോധപൂർവമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ? ദേ ഫോക്കസ് ഓൺ ഫോം ഓർ തിങ്ക് അബൌട്ട് കറക്റ്റ്നെസ്. അവർ എന്തിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്? കറക്റ്റ്നെസ്സിനെ കുറിച്ച് മാത്രം. അവർ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ദേ നോ ദ റൂൾ. കാരണം അവർക്ക് റൂൾ അറിയാം. അതാണ് പ്രശ്നം. റൂൾ അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഈ മോണിറ്റർ എങ്ങനെയാണ്? ദ മോണിറ്റർ ആക്ട്സ് ഇൻ പ്ലാനിങ്, എഡിറ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ഫങ്ഷൻ വെൻ 3 സ്പെസിഫിക് കണ്ടീഷൻസ് ആർ മെറ്റ്. ഒരു സെക്കൻഡ് ലാംഗ്വേജ് പറയുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു മോണിറ്റർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മീറ്റ് ചെയ്തു എന്നാണ് ഉറപ്പുവരുത്തുന്നത്? ഒന്ന്, സെക്കൻഡ് ലാംഗ്വേജ് ഹാസ് സഫിഷ്യൻറ്റ് ടൈം ഫോർ ഡിസ്പോസൽ. ആവശ്യത്തിന് സമയം എടുത്തിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. രണ്ട്, ദ ഫോക്കസ് ഓൺ ഫോം ഓർ തിങ്ക് അബൌട്ട് കറക്റ്റ്നെസ്. അവർ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് ദേ നോ ദ റൂൾ. മൂന്നാമത് അവർക്ക് റൂൾ അറിയാം. ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ മോണിറ്റർ ഹൈപ്പോത്തസിസിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ അറിയേണ്ടത് ഇതെന്ന് പറയുന്നത് അക്വിസിഷനും ലേണിംഗും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മോണിറ്റർ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. രണ്ട്, അക്വിസിഷൻ എന്ന് പറയുന്നത് അട്ടറൻസ് ഇനിഷ്യേറ്റർ ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് മോണിറ്റർ ആൻഡ് എഡിറ്റർ പ്രോസസ്സാണ്. അപ്പോൾ ഒരു മോണിറ്റിങ്ങും എഡിറ്റിങ്ങും ഈ രണ്ട് പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒന്ന്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള സമയം ഉപയോഗിക്കണം ഡിസ്പോസലിന്. രണ്ട്, കറക്റ്റ്നെസ്സിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു, അത് അവർ ഉറപ്പാക്കും അല്ലേ? കറക്റ്റ്നെസ് ഉറപ്പാക്കും. 3, അവർക്ക് റൂൾ അറിയാം. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മോണിറ്റർ ഹൈപ്പോത്തസിസിലെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. തൊട്ട് മുമ്പ് പഠിച്ചെന്താണ്? അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ് ആണ്.
ഇവിടെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഇത് ഫണ്ടമെൻ്റലായ ഹൈപ്പോത്തീസിസ് ആണ് 5 പിന്നെ ഇവിടെ 2 ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ഉണ്ട്, അക്വയർഡ് സിസ്റ്റം, ലേൺ സിസ്റ്റം. കഴിഞ്ഞു. ഇനി മോണിറ്റർ ഹൈപ്പോത്തീസിസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അക്വിസിഷൻ ആൻഡ് ലേണിംഗ് ആണ്. ഇനി അക്വിസിഷൻ അട്ടറൻസ് ഇനിഷ്യേറ്റർ ആണ്, ലേണിംഗ് മോണിറ്റർ ആൻഡ് എഡിറ്റർ പ്രോസസ്സാണ്. ഈ മോണിറ്റർ ആൻഡ് എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ 3 കാര്യം മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയത്? സെക്കൻഡ് ലാംഗ്വേജ് ഹാസ് സഫിഷ്യൻറ്റ് ടൈം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം, കറക്റ്റ്നെസ്സിനെ കുറിച്ച് അവർ ഉറപ്പുവരുത്തും, ആൻഡ് റൂള് അറിയാമെന്ന് ഉറപ്പുവരുത്തും. ബിക്കോസ് ദേ നോ ദ റൂൾ. ഓക്കെ, യെസ്. 3 ഇൻപുട്ട് ഹൈപ്പോത്തീസിസ് ആണ് ആമിനേൻ്റെ AMI. The input hypothesis questions attempt to explain how the learner acquires a second language. How second language acquisition takes. എങ്ങനെയാണ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത് എന്നാണ് ഇൻപുട്ട് ഹൈപ്പോത്തീസിസിൽ പറയുന്നത്. The input hypothesis is only concerned with acquisition, not learning. ഇൻപുട്ട് ഹൈപ്പോത്തീസിസ് ലേണിങ്ങിനെ കുറിച്ച് കൺസേൺഡ് അല്ല, ഓൺലി അക്വിസിഷനെ കുറിച്ച് മാത്രം കൺസേൺഡ് ആണ്. According to this hypothesis, human acquire language in only one way, by understanding message or by receiving comprehension input. ഇതിലൂടെ പറയുന്നത് ഒന്നെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് മെസ്സേജുകൾ മനസ്സിലാക്കിയിട്ടോ കോംപ്രഹെൻസിബിൾ ഇൻപുട്ട് മനസ്സിലാക്കിയിട്ടോ ആണ് മനുഷ്യൻ ഭാഷ പഠിക്കുന്നത്. അക്വിസിഷനെ മാത്രമാണ് ഈ ഹൈപ്പോത്തസിസ് ഫോക്കസ് ചെയ്യുന്നത്. ഈ 2 കാര്യമാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസിൽ പഠിക്കാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നുണ്ട് I+1. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് എ ലേണർ ഈസ് അറ്റ് എ സ്റ്റേജ് I, ഒരു ലേണർ എന്ന് പറയുന്നത് അയാൾക്ക് നിലവിൽ കുറച്ച് അറിവുകൾ ഉണ്ടാവും അല്ലേ, അയാൾ എവിടെയാണോ ഇരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ അറിയാം. Then acquisitions take place when he or she exposed to comprehensible input that belongs to level I+1. അയാൾ പിന്നീട് ഒരു പുതിയൊരു ഇൻഫർമേഷൻ കൂടി അയാൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്താണ് ശരിക്കും യഥാർത്ഥത്തിൽ അക്വിസിഷൻ നടക്കുന്നത്. ഓക്കെ, 1+1 ആണെങ്കിൽ I+1. Since not all the learners can be at the same level of linguistic competence at the same time, Krishnan suggests that natural communicative input is key to designing a syllabus, ensuring in the way that the learner will receive some I+1 input that is appropriate for his or her stage of the linguistic competence. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇത്ര മാത്രം ഈ സംഗതി ഇല്ലേ, ഈ I+1 ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? I ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. ഓൾറെഡി ഒരു ഇൻപുട്ട് ഉണ്ടാവും, അതിൻ്റെ മുകളിലാണ് പിന്നീട് സംഗതികൾ ആഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇൻപുട്ട് ഹൈപ്പോത്തസിസ് 2 കാര്യങ്ങളെ കുറിച്ച് പറയുന്നതായിട്ട് ഓർത്തിരിക്കുക. ഒന്ന്, അക്വിസിഷൻ ലേണിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് പറയുന്നത്. 2, ഈ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് പ്രകാരം ആളുകൾ കാര്യങ്ങൾ അക്വിസിഷൻ നടക്കുന്നത് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദി മെസ്സേജസ് ഓർ റിസീവിങ് കോംപ്രഹെൻസീവ് ഇൻപുട്ട് റിസീവ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് ഇതിനകത്ത് പറയുന്നു. അതാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസിൽ പറയാനുള്ളൂ. I+1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതാണ്. നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് ബേസ് ചെയ്തിട്ടാണ്. ആമിനയിലെ N ആണ് അല്ലേ? യെസ്. വിച്ച് സജസ്റ്റ് ദാറ്റ് ദ അക്വിസിഷൻ ഓഫ് ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഫോളോ എ നാച്ചുറൽ ഓർഡർ വിച്ച് ഇസ് പ്രെഡിക്റ്റബിൾ. ആ പോയിന്റ് സൂക്ഷിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് പറയുന്നത് നമ്മുടെ അക്വിസിഷൻ എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിന് അക്വിസിഷൻ ഓഫ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്, നമ്മൾ ഈ ഗ്രാമർ സ്ട്രക്ചർ അക്വയർ ചെയ്യുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ട്, അതാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഗ്രാമറൊക്കെ പഠിക്കണമെങ്കിലും അതിനൊരു നാച്ചുറൽ ഓർഡർ ഉണ്ട് അല്ലേ, സബ്ജക്റ്റ്, വെർബ്, ഓക്സിലറി. അപ്പോൾ അതാ പറയുന്നത് ഇതിനകത്ത്. For a given language, some grammatical structures tend to be acquired early while others late. This order seemed to be independent of the learner's age, L1 background, conditions of the exposure, although agreement between the individual acquirers was not always 100%. ഇത് ഇവിടെ ഒന്നും പഠിക്കാനില്ല നിങ്ങൾക്ക് കേട്ടോ.
ഇതൊന്നും വായിക്കണ്ടേ, നിങ്ങൾ ഇത്രയും മാത്രം, ഇവിടെ ഇത് മാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ടാവും ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കാൻ പോകും. ഓക്കെ, അത്ര മാത്രമാണ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ Crescens, however, points out that the implications of the natural order hypothesis, not the language program syllabus, should be based in the order found in the studies. In fact, he rejects the grammatical sequences when the goal is language acquisition. Sarina, ഇവിടെ Crescens ചൂണ്ടിക്കാണിക്കുന്നത് implication of the natural order hypothesis is not the language program syllabus should be based on the order found in the studies. നമ്മൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സിലബസും ഇതൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് വരുത്തിയിരിക്കുന്ന ഓർഡർ ഉണ്ടല്ലോ, അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിച്ചുള്ളത്. ഇപ്പോൾ നമ്മൾ ഗ്രാമറൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനൊരു നാച്ചുറൽ ഓർഡർ ഉണ്ട്, നമ്മളത് പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് ഞാനിവിടെ നോട്ടിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഇതിപ്പോഴത്തെ 2022 ചോദിച്ചൊരു സംഗതിയാണ്. ഇത് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഫോളോസ് എ നാച്ചുറൽ പാത്ത്. ഒരു നാച്ചുറൽ പാത്ത് ഉണ്ട് അല്ലേ. നമ്മളിവിടെ ഏത് വാക്ക് ഉപയോഗിച്ച നാച്ചുറൽ ഓർഡർ എന്നാണ് പഠിച്ചത്. ചൂസ് ഫ്രം ദ ആൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ലേണിങ്ങിൻ്റെ ഒരു നാച്ചുറൽ പാത്താണ്. ഏതൊക്കെയാണ് ഈ നാച്ചുറൽ പാത്ത്? നമ്മൾക്ക് പഠിക്കുമ്പോൾ ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പഠിക്കുന്നത്? ഏതാ നാച്ചുറൽ ഓർഡർ? ആരോടാ ചോദിക്കുക? സുജി പറയാവോ? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. LSRW അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ മാർക്ക് കളയാൻ പാടില്ല. ഇതിന്റെ ഓർഡർ അല്ലേ, ഇതിലിപ്പോ ഈ ആദ്യം വരുന്നത് എപ്പോഴും എന്താണ്? ലിസണിങ്. അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ്, പിന്നെ റീഡിംഗ്. ഇതാണ് അതിന്റെ നാച്ചുറൽ ലാംഗ്വേജ് അക്വിസിഷന്റെ നാച്ചുറൽ പാത്ത്. ഇതാണ്. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് ഹൈപ്പോത്തസിസ് ആണ് അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. ഇവിടെ the affective filter hypothesis embodies Crescens' view that the member of the affective variables play a facilitative but non-causal role in second language acquisition. These variables include motivation. Yes, affective filter hypothesis എന്തൊക്കെ variables ഉണ്ട്? Motivation, self-confidence, anxiety and personal traits. ഒരു ആളുടെ ഭാഷാ പഠനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാലും മതി. ഏതൊക്കെ വേരിയബിൾസ് ആണ്? മോട്ടിവേഷൻ. ഓക്കെ, ആദ്യം ഏതൊക്കെയെന്ന് പറഞ്ഞാൽ അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസിൽ പറയുന്ന 4 വേരിയബിൾസ് ഏതൊക്കെയാ? മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ്, ആൻസൈറ്റി ആൻഡ് പേഴ്സണൽ ട്രെയ്റ്റ്സ്. യെസ്. മോട്ടിവേഷൻ ആവശ്യമുണ്ടോ ഭാഷ പഠിക്കാൻ? വേണം. എന്തെങ്കിലും മോട്ടിവേഷൻ ആവശ്യം. സെൽഫ് കോൺഫിഡൻസ് ആവശ്യമുണ്ട് അല്ലേ? ആങ്സൈറ്റി വേണം. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ചില കഴിവുകൾ, താല്പര്യങ്ങളൊക്കെ ഇല്ലേ, പേഴ്സണൽ ട്രെയ്റ്റുകൾ, അതും ഇതിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് നമ്മളെ ഭാഷാ പഠനത്തെ അല്ലേ? യെസ്. അപ്പൊ Crescens claims that learners with high motivation, self confidence, a good self image, low level of anxiety. ആങ്സൈറ്റി വേണോ പഠിക്കാൻ? വേണ്ട. പക്ഷെ ആങ്സൈറ്റി എന്നവിടെ പറയാൻ കാരണം എന്താ? ലോ ലെവൽ ഓഫ് ആങ്സൈറ്റി ആയിരിക്കണം. മോട്ടിവേഷൻ ലോ ആണോ ഹൈ ആണോ വേണ്ടേ? മോട്ടിവേഷൻ ഹൈ വേണം. സെൽഫ് കോൺഫിഡൻസ് ഗുഡ് ആയിരിക്കണം അല്ലേ? ആങ്സൈറ്റി ലോ ആയിരിക്കണം അല്ലേ? യെസ്.
പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഗുണകരമായിരിക്കണം, ഗുഡ് ആയിരിക്കണം, അത് അതിനെ അഫക്റ്റ് ചെയ്യും. യെസ്, അത്രയേ ഉള്ളൂ. ഇവിടെ വേറെ ഒന്നും, ഇതൊക്കെ ആ സംഗതിയെ തന്നെ വിശദീകരിക്കുന്നതാണ്. വേറൊന്നും നമുക്കിവിടെ ഇതിൽ കൂടുതലില്ല. നിങ്ങൾ ആകെ ഈ 4 വേരിയബിൾസ് പഠിക്കാം. അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നിടത്ത് ഭാഷാ പഠനത്തിലെ അക്വിസിഷനിൽ 4 വേരിയബിൾസുകൾ പറയുന്നുണ്ട്. 1 മോട്ടിവേഷൻ, 2 സെൽഫ് കോൺഫിഡൻസ്, 3 ആങ്സൈറ്റി, 4 പേഴ്സൺ ട്രേറ്റ്സ്. അത് മാത്രം എഴുതി വെച്ചാൽ മതി. വേറെ ഒന്നും ഈ പേജിൽ ഒരു സാധനം എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തിസിസും കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ കഴിഞ്ഞു. അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്ന് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ അടുത്ത കാലത്ത് ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അത് എവിടെ നിന്നാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇതാണത്, LSRW, ലേണിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, ഇനി തിയറീസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറേയേറെ തിയറീസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്ന്, there are several theories regarding language acquisition put forward by different scholars. നിങ്ങൾ നാളത്തേക്ക് ഈ നോട്ട് ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. ഈ തിയറി അല്ല, ഇത് ഗ്രൂപ്പിലുണ്ടോ? സോറി, നമ്മുടെ ആപ്പിലുണ്ട്. ഗ്രൂപ്പിലിട്ട് ഞാൻ ഷെയർ ചെയ്തു. നമ്മുടെ ആപ്പിനകത്തുണ്ട്. ലിംഗ്വിസ്റ്റിക് തിയറി ഒന്ന് പഠിക്കണം. ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നാളെ ലൈവായി ചോദിക്കും. നോം ചോംസ്കിയെ കുറിച്ചിട്ടൊന്ന് വായിച്ചിട്ട് വരണം. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്കാണ് തരുന്നത്. ഹു ഈസ് ചോംസ്കി, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഭാഗം ക്ലിയർ ആയിട്ടൊന്ന് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലിംഗ്വിസ്റ്റിക്, അതിൽ ഫണറ്റിക്സ്, ഫൊണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമന്റിക്സ്, പ്രാഗ്മാറ്റിക്, ഇതെന്താണെന്ന് പഠിക്കണം. പിന്നെ ലെവൽസ് ഓഫ് ലാംഗ്വേജ് സ്ട്രക്ചർ ഉണ്ട്. ഇതിപ്പോൾ നിലവിൽ ആപ്പിലിരിക്കുന്ന നോട്ടിൽ ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം, ഈ PDF ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. ഫെനോളജിക്കൽ ലെവൽ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞ ദിവസം പഠിത്ത്. മോർഫോളജിക്കൽ ലെവൽ, സിൻടാക്റ്റിക് ലെവൽ, സെമാൻറ്റിക് ലെവൽ, പ്രാഗ്മാറ്റിക് ലെവൽ. ജസ്റ്റ് ഒന്ന് വായിച്ച്, ഇത് പഠിക്കൊന്നും വേണ്ട, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. വായിച്ചിട്ട് ഞാൻ നാളത്തെ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യും. ഫെനോളജിക്കൽ ലെവൽ, മോർഫോളജിക്കൽ ലെവൽ, സിൻടാക്റ്റിക് ലെവൽ, സെമാൻറ്റിക് ലെവൽ, പ്രാഗ്മാറ്റിക്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. PM അല്ലേ, SSP. ഓക്കെ, P for ഫെനോളജിക്കൽ, M for ഏതാ, മോർഫോളജിക്കൽ, S for സിൻടാക്റ്റിക്കൽ ലെവൽ, S സെമാൻറ്റിക്, P പ്രാഗ്മാറ്റിക്. ഇതൊക്കെ എന്താണ്? ലാംഗ്വേജ് സ്ട്രക്ചറാണ്. ലെവൽസ് ഓഫ് ലാംഗ്വേജ് സ്ട്രക്ചർ. ലാംഗ്വേജ് സ്ട്രക്ചറിൻ്റെ ലെവൽ എന്താണെന്ന് പരീക്ഷയ്ക്ക് അത് ബേസ് ചെയ്ത് ചോദിച്ചേക്കാം. ഇപ്പം അടുത്ത് കഴിഞ്ഞ ദിവസം 2022 ഒരു ചോദ്യം വന്നു ഇവിടുന്ന്. ആ ചോദ്യം എങ്ങനെയാണ്? ലാംഗ്വേജ് ഈസ് എ സ്ട്രക്ചേർഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പോൾ ലാംഗ്വേജ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചൂസ് ദ ഡീപ്പസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ഓഫ് ദ ലെവൽസ്. ഡീപ്പസ്റ്റ് ഏതാണ്, സൂപ്പർഫിഷ്യൽ ഏതാണ്? ഡീപ്പസ്റ്റ് എന്ന് പറയുന്നത് സിൻടാക്റ്റിക്കലാണ്. ഓക്കെ, അതായത് നമ്മൾ PM SSPയിലെ സിൻടാക്റ്റിക് ഡീപ്പസ്റ്റ് ആണ്. പിന്നെയോ ഫൊണോളജിക്കൽ ഇസ് എ സൂപ്പർഫിഷ്യലാണ്. അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ സൂപ്പർഫിഷ്യലായിട്ട് വരുന്ന പുറമേയുള്ള ഒന്നാണ് ഫൊണോളജിക്കൽ ലെവൽ. ഉള്ളിൽ വരുന്നതാണ് തന്നിരിക്കുന്ന ലെവലിൽ സിൻടാക്റ്റിക്കൽ ലെവൽ. ഓക്കെ, തന്നിട്ടുള്ളതിൽ സിൻടാക്റ്റിക്കൽ ലെവൽ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സെമാൻറ്റിക്കും പ്രാഗ്മാറ്റിക്കും ഉണ്ട്. തന്നിരിക്കുന്നതിൽ ഡീപ്പർ അല്ലേ, ഡീപ്പർ ഇൻ ടു ദ ലാംഗ്വേജ് സ്ട്രക്ചർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക. പിന്നെ ചോംസ്കിയെ കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ LAD, LAD. ഓക്കെ, ഇതൊന്ന് വായിച്ചിട്ട് വരണം നാളെ. ഇന്നേറ്റ് എബിലിറ്റി, ജനറേറ്റീവ് ഗ്രാമർ, പിന്നെ യെസ്, ഇത് രണ്ടും നിങ്ങൾ വായിക്കണമെന്നില്ല കേട്ടോ, ഇത്രയും വായിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഈ നോട്ട് ഞാനവിടെ
ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം, ഇട്ടുതരാം. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞത് അത്രയും വായിക്കണമെന്നില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ തിയറീസ് ഇല്ലേ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നാളത്തെ ക്ലാസ്സിന് വരാം, നാളെ 7 മണിക്ക് കേട്ടോ. നാളെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് തരാം. അപ്പോൾ ഇന്നത്തെ സെഷനോട് വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.